നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിശബ്ദരാക്കപ്പെട്ട പൃഥ്വിരാജും മുരളി ഗോപിയും. എമ്പുരാൻ വിവാദം കത്തിയാളിയതിന് തൊട്ടു പിന്നാലെ മേജർ രവിയുടെ ഫേസ്ബുക്ക് ലൈവ്. മോഹൻലാലിനെ വെളുപ്പിച്ചെടുത്ത ആ ഫേസ്ബുക്ക് ലൈവിൽ പൃഥ്വിരാജാണ് പ്രതിയെന്ന് മേജർ രവി തുറന്നടിച്ചു. സിനിമയിൽ പലതും പൃഥ്വിരാജ് ഒളിപ്പിച്ച് കടത്തി എന്ന് മേജർ രവി പച്ചയ്ക്ക് തുറന്നു പറഞ്ഞപ്പോൾ അതൊരു ഞെട്ടലോടെയാണ് മലയാള സിനിമാ ലോകം കേട്ടത്. സിനിമ റിലീസിന് മുൻപ് അതിൻ്റെ മുഴുവൻ രൂപത്തിൽ കാണുന്ന ശീലം മോഹൻലാലിനില്ല. എമ്പുരാൻ സിനിമ റിലീസിന് മുൻപ് മോഹൻലാൽ കണ്ടിരുന്നില്ല എന്ന് മേജർ രവി സത്യം ചെയ്ത് കേരള സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. സിനിമയെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നവർ പൃഥ്വിരാജും മുരളി ഗോപിയും മാത്രമാണ്. മോഹൻലാലിന് ഈ സിനിമയുടെ പൂർണ്ണ പ്രമേയത്തെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നില്ല. ഇക്കാര്യം താൻ ലാലുമായി സംസാരിച്ചിരുന്നുവെന്നും തൻ്റെ ആരാധകർക്കുണ്ടായ മനോവിഷമം തീർക്കാൻ ലാൽ മാപ്പ് എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് എന്നും മേജർ രവി പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും മോഹൻലാൽ ആ മാപ്പ് പ്രസിദ്ധീകരിക്കുമെന്നും മേജർ രവിയുടെ വാക്കുകൾ. തൊട്ടടുത്ത ദിവസം മോഹൻലാൽ ആ മാപ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ തൻ്റെ ആരാധകർക്ക് പങ്കുവച്ചു. ഇതോടെ പൂർണ്ണമായി പ്രതിരോധത്തിലായിരുന്നു പൃഥ്വിരാജ്. പൃഥ്വിരാജിന് പ്രതികരിക്കാൻ പോലും നിർവാഹമില്ലാത്ത അവസ്ഥ. ഒന്നും മിണ്ടാതെ മുരളി ഗോപി നിസ്സംഗതയോടെ നിൽക്കുന്നു. മോഹൻലാലിൻ്റെ കുറിപ്പ് പൃഥ്വിരാജും ആൻ്റണി പെരുമ്പാവൂരുമൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്തു. അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും പൃഥ്വിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. മേജർ രവിക്ക് മറുപടി കൊടുക്കണമെങ്കിൽ മോഹൻലാലിനെ അടക്കം തള്ളിപ്പറയേണ്ടി വരും. ആര് മേജർ രവിക്ക് മറുപടി കൊടുക്കും എന്നുറ്റു നോക്കുമ്പോഴാണ് മല്ലിക സുകുമാരൻ്റെ കസർത്ത്. ഫേസ്ബുക്കിൽ ഒരു നെടുനീളൻ കാച്ചു തന്നെയാണ് ഇന്നലെ മല്ലിക സുകുമാരൻ നടത്തിയത്. മേജർ രവിയെ എടുത്തൊടുത്തുകൊണ്ട് മല്ലിക സുകുമാരൻ പറഞ്ഞു, മോഹൻലാലിന് അറിയാത്തതായി എമ്പുരാനിൽ ഒന്നുമില്ല. എല്ലാ കാര്യവും പൃഥ്വിരാജ് മോഹൻലാലുമായും ആൻ്റണി പെരുമ്പാവൂരുമായും ചർച്ച ചെയ്തിരുന്നു. ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ കുറിപ്പിനെ തുടർന്ന് മോഹൻലാലിൻ്റെ ഫാൻസും മോഹൻലാലിനോട് സ്നേഹമുള്ളവരും ഇത്തിരി വിട്ടുവീഴ്ച മനോഭാവത്തിലായിരുന്നു. ഇതിനിടയിലാണ് മല്ലിക സുകുമാരൻ്റെ കടന്നാക്രമണം. ഇതോടെ പൃഥ്വിരാജിന് പുതുജീവൻ വീണു കിട്ടി. അവിടം കൊണ്ടും നിർത്തുന്നില്ല ഇപ്പോൾ മല്ലിക സുകുമാരൻ. മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനുള്ളതൊക്കെ അവർ വെട്ടിത്തുറന്നു പറയുന്നു. ഏറ്റവും ഒടുവിലിത തൻ്റെ കുറിപ്പിന് മമ്മൂട്ടിയുടെ പിന്തുണയുണ്ട് എന്ന് മല്ലിക സുകുമാരൻ പച്ചയ്ക്ക് വെളിപ്പെടുത്തുന്നു. മമ്മൂട്ടി തനിക്കൊരു മെസ്സേജ് അയച്ചുവത്രേ. അതൊക്കെ വിട്ടുകള എന്ന ഭാവത്തിലുള്ള ഇമോജികൾ പങ്കുവെച്ചുകൊണ്ടാണ് മമ്മൂട്ടി തനിക്ക് ഒരു മെസ്സേജ് അയച്ചത് എന്ന് മല്ലിക സുകുമാരൻ പറയുന്നു. പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാരൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ഇപ്പോൾ പൂർണ്ണ നിസ്സംഗതയാണ് മലയാള സിനിമാ ലോകത്ത്. മല്ലികയ്ക്ക് പിന്തുണ പൂർണ്ണമായി മമ്മൂട്ടി നൽകുന്നുണ്ടോ? എമ്പുരാൻ വിഷയത്തിൽ മമ്മൂട്ടിയുടെ നിലപാടെന്താണ്? ഈ ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നു. മറുവശത്ത് പൃഥ്വിരാജിനെതിരെ തൻ്റെ മാപ്പപേക്ഷയിൽ മോഹൻലാൽ ഒന്നും വ്യക്തമാക്കുന്നില്ല എങ്കിലും പൃഥ്വിരാജിനെതിരെ കൈചൂണ്ടിയ മേജർ രവിയെ മോഹൻലാൽ തള്ളിപ്പറഞ്ഞില്ല. ഇവിടെ മല്ലിക സുകുമാരൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ഒരു മുഖ്യ ആവശ്യം മോഹൻലാൽ ഇക്കാര്യത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കണമെന്നാണ്. എമ്പുരാൻ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ആ പ്രമേയത്തെക്കുറിച്ച് പൂർണ്ണ ധാരണ മോഹൻലാലിനുണ്ടായിരുന്നോ? അതോ പൃഥ്വിരാജ് തൻ്റെ പ്രമേയം എമ്പുരാനിലൂടെ ഒളിപ്പിച്ച് കടത്തുകയായിരുന്നോ? മല്ലിക സുകുമാരൻ പറയുന്നത് ശരിയാണെങ്കിൽ അക്കാര്യത്തിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തേണ്ടത് മോഹൻലാൽ തന്നെയാണ്. എന്തുകൊണ്ട് അമ്മയെ ഉപയോഗിച്ച് ഇത്തരം യുദ്ധം നയിക്കുന്നു? പൃഥ്വിരാജിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്നു പറയാമല്ലോ. ഇതൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലെ മുഖ്യ ചർച്ചാ വിഷയം. ഇന്നലെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ മല്ലിക സുകുമാരൻ ചിലതൊക്കെ തുറന്നടിച്ചു. പൃഥ്വിരാജിന് സിനിമയിൽ ഒരുപാട് ശത്രുക്കളുണ്ട്. എൻ്റെ മകനെതിരെ മേജർ രവി പറഞ്ഞ വാക്കുകൾ തന്നെ വേദനിപ്പിച്ചുവെന്നും അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു മറുപടി നൽകിയതെന്നും മല്ലിക സുകുമാരൻ തുറന്നടിച്ചു. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട മമ്മൂട്ടി ഒരു മെസ്സേജ് അയച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കണ്ട് താൻ കരഞ്ഞുപോയി എന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. എനിക്ക് 70 വയസ്സ് കഴിഞ്ഞു. സിനിമയിൽ ശത്രുക്കളൊക്കെയുണ്ട്. മേജർ രവിയുടെ പോസ്റ്റ് കണ്ട് വേദനിച്ചാണ് ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പെഴുതിയത്. പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിച്ചുവെന്നും മോഹൻലാൽ പൊട്ടിക്കരയുകയാണ് എന്നുമൊക്കെ മേജർ രവി ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞു. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എനിക്കതിൽ നല്ല ദേഷ്യമുണ്ട്. അത് ഞാൻ തുറന്നു പറയുകയാണ്. ഇത് മോഹൻലാലും ആൻ്റണിയുമൊന്നും പറയില്ല. ഓരോ സീനും വാചകവും വായിച്ച് കാണാപ്പാടമായിരുന്നു അതിൽ എല്ലാവർക്കും. ഇവരെല്ലാം ഒരുമിച്ചിരുന്നാണ് എമ്പുരാൻ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചതും.
മോഹൻലാൽ ഇത്ര പേടിത്തൊണ്ടനാണോ? അങ്ങനെയാണോ ഇവരൊക്കെ കരുതിയത്? ഒരു മാപ്പ് ഒരാൾക്ക് എഴുതി നൽകാനും അത് പിന്നീട് പ്രസിദ്ധപ്പെടുത്തും എന്ന് പറയാനുമൊക്കെ ആരാണ് മേജർ രവിയെ അധികാരപ്പെടുത്തിയത്? ഇതൊക്കെ പറഞ്ഞ് മോഹൻലാലിനെ കൊച്ചാക്കുകയല്ലേ മേജർ രവി ചെയ്തത്? നാണമില്ലേ ഈ മേജർ രവിക്ക്? മോഹൻലാലിൻ്റെ വ്യക്തിത്വത്തെ വരെ ബാധിക്കുന്ന തരത്തിലല്ലേ മേജർ രവി ഈ പ്രസ്താവനയൊക്കെ നടത്തിയത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ എഴുതിയത് എന്ന് ഞാൻ മേജർ രവിയെ വിളിച്ചു ചോദിച്ചു. ഏതോ പട്ടാള ഗ്രൂപ്പിൽ വന്നപ്പോൾ പ്രതികരിച്ചു എന്നാണ് മേജർ രവി എന്നോട് ന്യായം പറഞ്ഞത്. എന്തറിഞ്ഞിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ആർക്കെങ്കിലും വേണ്ടി ആണ് ഈ പറച്ചിലെങ്കിൽ അതൊക്കെ എന്തിനാണ്? ഇവിടെയാണ് മേജർ രവിയെ എടുത്തൊടുക്കുന്നത് മല്ലിക സുകുമാരൻ. ആദ്യം സിനിമ കണ്ട മേജർ രവി ആ സിനിമയെ മുക്തകണ്ഠം പ്രശംസിച്ചിരുന്നു. അതേ മേജർ രവി പിന്നീട് എന്തുകൊണ്ട് മലക്കം മറിഞ്ഞുവെന്നാണ് ഇപ്പോൾ മല്ലികയുടെ ചോദ്യം. രാജു ചില സീനുകൾ ഒളിപ്പിച്ച് ചെയ്തുവെന്നൊക്കെ മേജർ രവി പറയുന്നു. അങ്ങനെയുള്ള പച്ച നുണ മേജർ രവി അടക്കമുള്ളവർ വിളിച്ചു പറയുന്നു. അതൊക്കെ എൻ്റെ രാജുവിന് വലിയ വിഷമമുണ്ടാക്കി. എൻ്റെ കുടുംബത്തിലുമുണ്ട് അയാളേക്കാൾ വലിയ റാങ്കിലുള്ള പട്ടാളക്കാർ. അതൊക്കെ ഈ മേജർ രവിക്കും അറിയാം. സാക്ഷാൽ സുകുമാരൻ്റെ സ്വഭാവമാണ് രാജുവിന്. അവൻ എല്ലാം കൃത്യമായി ബോധിപ്പിച്ചിട്ടേ ചെയ്യൂ. പൃഥ്വിക്ക് നല്ല വിവരമുണ്ട്. മോഹൻലാലും രാജുവുമായി ഇപ്പോഴും പഴയതുപോലെ സംസാരമുണ്ട്. രാജുവിന് നേരെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ലാലു വിഷമിച്ചിരിക്കുകയാവും. പിന്നെ കൂട്ടുകാർ വന്ന് ഓരോന്ന് പറയുന്നു. മോഹൻലാലിനെ വിളിച്ച് അവർ ഓരോന്ന് പറഞ്ഞു കേൾപ്പിക്കുന്നു. മോഹൻലാലിൽ നിന്നും എന്താണ് മേജർ രവിക്ക് ലഭിക്കുക എന്നെനിക്കറിയില്ല. എന്തെങ്കിലും ലാഭേച്ഛ കാണും. അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്. അല്ലെങ്കിൽ സിനിമ കണ്ട ശേഷം ചേച്ചി എനിക്ക് അമ്മയാണ്, ഇത് ചരിത്രമാകേണ്ടുന്ന സിനിമയാണ് എന്നെല്ലാം പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച ആളുകൾ അടുത്ത ദിവസം മോഹൻലാൽ പൃഥ്വിരാജിനെ പറ്റിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റിടുന്നതൊക്കെ എത്ര ബാലിശമാണ്. ആർക്ക് വേണ്ടിയാണ് ഇവരിതൊക്കെ ചെയ്യുന്നതെങ്കിലും മോശമാണ്. എന്തിനാണ് ഇവരൊക്കെ ദൈവകോപം വാങ്ങിവെക്കുന്നത്? ഇവരൊക്കെയാണോ രാജ്യം കാക്കുന്നവർ? മുരളിഗോപിക്കുള്ള വിഷമം എല്ലാവരെയും പറ്റിച്ചു എന്ന് പറയുന്നതിൽ മാത്രമാണ്. ഞാൻ മോഹൻലാലിനെയും ആൻ്റണിയെയും വിളിച്ചിരുന്നു. ഫോണിൽ കിട്ടിയില്ല. അപ്പോഴാണ് മേജർ രവി വിളിച്ചത്. എൻ്റെ ഫോണിൽ മെസ്സേജുകളും കോളുകളും നിറയുകയാണ്. മമ്മൂട്ടിയുടെ മെസ്സേജ് വന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹത്തിന് ഒരു അസുഖവുമില്ല. ഒരു 3 മാസത്തേക്ക് ചെറിയൊരസുഖം. കുടുംബത്തോടൊപ്പം അദ്ദേഹം ചെന്നൈയിൽ വിശ്രമിക്കുന്നു. ഇന്ന് പെരുന്നാളാണ്. ആ പെരുന്നാളിന് തലേന്ന് പോലും മമ്മൂട്ടി എനിക്ക് മെസ്സേജ് അയച്ചു. ഇതൊക്കെ വിട്ടുകളയൂ ചേച്ചി എന്ന അർത്ഥത്തിലാണ് മമ്മൂട്ടി ചില ഇമോജികൾ ആ മെസ്സേജിനൊപ്പം ചേർത്തത്. ഈ സിനിമാ ലോകത്ത് ഇത്രയധികം ആളുകൾ ഉണ്ടായിട്ടും മമ്മൂട്ടിക്ക് മാത്രമാണല്ലോ ഇതിനൊക്കെ തോന്നിയത്. ഈ സമയത്ത് സുകുമാരൻ ചേട്ടൻ്റെ കുടുംബത്തിന് വിഷമമാകും എന്ന് മമ്മൂട്ടിക്ക് തോന്നിയല്ലോ. ഈ സിനിമ റിലീസിനൊരുങ്ങുമ്പോൾ അത് തടയാൻ ഒരു സമരം കൊണ്ടുവരാൻ നോക്കിയില്ലേ ചിലരൊക്കെ? അതൊക്കെ എന്ത് ലക്ഷ്യം വെച്ചാണ്? ഈ സിനിമ ഇറങ്ങിയാൽ ഗംഭീരമായ പേര് രാജുവിന് വീഴുമെന്ന് അവർക്കറിയാം. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടെ നിന്ന് ഒന്നും ചോദിച്ചു വാങ്ങിയിട്ടില്ല. ഇപ്പോൾ ദേശീയ അവാർഡിൻ്റെ പട്ടികയിൽ രാജുവിൻ്റെ പേരുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ചില വലിയ നേതാക്കൾ ഞങ്ങൾക്കെതിരെ തിരിയുമെന്നൊക്കെ ഇവിടെ ചിലർ പറയുന്നു. പൃഥ്വി ഹിന്ദുക്കൾക്കെതിരാണ് എന്നാണ് ചിലർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. പൃഥ്വി എന്താ ഹിന്ദുവല്ലേ? പൃഥ്വി RSS എന്താണെന്ന് കാണിച്ചത് ഈ കാണുന്ന ഇപ്പോഴത്തെ കുഞ്ഞുപിള്ളേരൊന്നുമല്ല. RSS എന്താണെന്ന് എൻ്റെ മക്കളെ പഠിപ്പിച്ചത് KG മാരാർ സാറും PP മുകുന്ദൻ സാറുമൊക്കെയാണ്. RSS ആകുക എന്ന് പറഞ്ഞ് ഞാൻ ഇവരെ നള്ളത്തും പൂജപ്പുരയിലെ ശാഖയിലുമൊന്നും വിട്ടിട്ടില്ല. അവിടെ പോയാൽ വ്യായാമം ചെയ്യുന്നതും സൂര്യനമസ്കാരം ചെയ്യുന്നതുമൊക്കെ നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് 5ലും 6ലുമൊക്കെ പഠിക്കുന്ന കൊച്ചു പിള്ളേരാണ്. അന്നവർ പോയി. അന്ന് തൊട്ട് RSSലെ മുതിർന്ന നേതാക്കന്മാരൊക്കെ ഞങ്ങൾക്കറിയാം. ശക്തമായ ഭാഷയിൽ പൃഥ്വിരാജിനെ സംരക്ഷിച്ചുകൊണ്ട് മല്ലിക സുകുമാരൻ തൻ്റെ യുദ്ധം തുടരുകയാണ്. പൃഥ്വിനൊപ്പം പൊരുതാൻ മറ്റ് സിനിമാക്കാരൊന്നും രംഗത്തില്ല. എങ്കിലും ഫെബ്കെ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇന്നലെ കളത്തിലിറങ്ങിയിരുന്നു. ഇതിനിടയിൽ മേജർ രവിക്കെതിരെ കടുത്ത വിമർശനങ്ങളുമായി മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ രംഗത്തെത്തി. ഓന്തുപോലെ നിറം മാറുന്നവനാണ് മേജർ രവിയെന്ന് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പറയുന്നു. എമ്പുരാൻ സിനിമ അണിയറ പ്രവർത്തകർക്കൊപ്പം കണ്ട മേജർ രവി ലോകോത്തര സിനിമയെന്ന് പറഞ്ഞാണ് അന്ന് തിയേറ്റർ വിട്ടത്. പിന്നീട് അദ്ദേഹം ഓന്തിനെ പോലെ നിറം മാറി. എമ്പുരാൻ്റെ അണിയറ പ്രവർത്തകർക്കിടയിൽ പ്രശ്നമുണ്ട് എന്ന് വരുത്താനാണിപ്പോൾ മേജർ രവി ശ്രമിക്കുന്നത്. ഏറെക്കാലത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ തിരശ്ശീലയിലേക്കെത്തിയ ചിത്രമാണ് എമ്പുരാൻ. ഇപ്പോൾ മേജർ രവി സിനിമയെയും സംവിധായകനെയും ഒക്കെ വിമർശിച്ചത് വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം. അത് നമ്മൾ മറക്കരുത്.
എല്ലാ ഭാഗത്തു നിന്നും പ്രഷറിൽ നിൽക്കുന്ന അണിയറ പ്രവർത്തകർ തമ്മിൽ പ്രശ്നങ്ങളാണ് എന്ന തെറ്റിദ്ധാരണ അദ്ദേഹം പരത്തുന്നു. ഇദ്ദേഹം പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ മലയാളികൾ അത്ര വിഡ്ഢികളല്ല. ഇയാളുടെ സ്വന്തം താല്പര്യങ്ങൾ ലാലേട്ടൻ്റെ താല്പര്യമെന്ന് പറഞ്ഞു നടക്കുന്ന മാധ്യമങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ലാലേട്ടൻ സുഹൃത്തുക്കളെ അത്രമേൽ സ്നേഹിക്കുന്നു. മോഹൻലാൽ എന്ന വ്യക്തിക്കൊരഭിപ്രായമുണ്ടെങ്കിൽ അത് തുറന്നു പറയുക തന്നെ ചെയ്യും. അതിന് സിനിമയിൽ എന്നതുപോലെ ആമുഖത്തിൻ്റെ ആവശ്യമില്ല എന്ന് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ഇന്നലെ പ്രതികരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ എങ്കിൽ മോഹൻലാൽ തൻ്റെ അഭിപ്രായം തുറന്നു പറയാൻ ആവശ്യപ്പെടുന്നതും. ഏതെങ്കിലും തലത്തിലുള്ള പ്രമേയം പൃഥ്വിരാജ് ഈ സിനിമയിൽ ഒളിപ്പിച്ചു കടത്തിയോ? അതാണ് ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം. ഉത്തരം പറയിപ്പിക്കേണ്ടത് അമ്മയെ കൊണ്ടല്ല, പൃഥ്വിരാജ് തന്നെ പ്രതികരിക്കണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.